സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇലക്ടീവ് പേപ്പേഴ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെതാണെങ്കിലും നമുക്കിപ്പോൾ സബ്ജക്റ്റ് ഇലക്ടീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ സ്റ്റുഡൻറ് പോർട്ടൽ ലോഗിൻ ചെയ്യണം. അതായത് നിങ്ങളുടെ പാസ്വേഡും ഇമെയിൽ ഐഡിയും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഉള്ള ഭാഗത്ത് നമുക്ക് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ S1 ഈസ് കംപ്ലീറ്റഡ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ് സബ്ജക്റ്റുകൾ. അതായത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് ഏത് പേപ്പറാണോ നിങ്ങൾ ഇലക്ടീവ് പേപ്പേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ആ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ഈ ഒരു പേപ്പർ കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് ഇലക്ടീവ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ടീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്